മക്കളെ വളർത്തുന്നത് അതീവ ശ്രദ്ധ വേണ്ടുന്നതും ശ്രമകരവും ചില സമയങ്ങളിൽ നിരാശയും ചിന്താക്കുഴപ്പവും ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. എന്നാൽ അത് അസാധ്യമായ ഒന്നല്ല. മാതാപിതാക്കളുടെ പരിശ്രമവും ത്യാഗവും മുഴുവൻ മൂല്യമുള്ളതാണ്. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാർക്കും വന്ദനം. എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭ എന്നത് ഒരു ആത്മീയ സൗധം ആണെങ്കിലും ലോകത്തിലാണ് സഭയുടെ ഒരു ഭാഗം ഇപ്പോഴുമായിരിക്കുന്നത്. ലോകത്തിലുള്ള സഭയുടെ ദൃശ്യമായ ആ ഭാഗമാണ് സഭയുടെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികൾ. ലോകം സഭയെ വിലയിരുത്തുന്നത് സഭയുടെ അംഗങ്ങളെ നോക്കിയാണ്. ഒരു ദൈവത്തിൻ്റെ പൈതൽ മാതാവോ പിതാവോ മക്കളോ ദാസന്മാരോ യജമാനന്മാരോ അങ്ങനെ പലവിധ നിലകളിലാണ് തങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ നയിക്കേണ്ടത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സുന്ദരമായൊരു രൂപരേഖയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞ അധ്യായത്തിൽ, അതായത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന വിഷയമാണ് നാം ചിന്തിച്ചത്. ഇപ്പോൾ 6-ാം അധ്യായത്തിൽ സഭ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല പടയാളിയായി നാം കാണുന്നു. നോക്കണം, സഭയുടെ ഇന്നത്തെ അവസ്ഥ. ഇന്നാണ് സഭയുടെ വിവാഹ നിശ്ചയവും ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതും. ഇന്ന് സഭ ലോകത്തിലാണ്. ഇപ്പോൾ നമുക്ക് മുൻപുള്ള അധ്യായം, അതായത് 6-ാം അധ്യായം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വേറൊരു വശമാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തിൽ സഭ ക്രിസ്തുവിൻ്റെ ഒരു നല്ല പടയാളി ആയിരിക്കേണ്ടതാണ്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ അർത്തിമസ് ദേവിയുടെ വലിയ ക്ഷേത്രം എഫെസോസ് പട്ടണത്തിൽ തലയുയർത്തി നിന്നു. പ്രാകൃതവും വിജാതീയവുമായ സകലത്തിൻ്റെയും പ്രതീകമായി ആ ക്ഷേത്രം നിലകൊണ്ടു. പറഞ്ഞറിയിക്കുവാൻ പ്രയാസമായ അസാൻമാർഗികതയാണ് അവിടെ അരങ്ങേറിയിരുന്നത്. എഫെസോസിലെ വിശ്വാസികൾ തങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് ഗ്രഹിക്കുവാൻ ഇടയായ സമയമായിരുന്നു അത്. എഫെസോസിലെ വിശ്വാസികൾക്ക് മാത്രമല്ല ഒരു ശത്രു ഉണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾക്കും എനിക്കും അതേ ശത്രുവുണ്ട്. അർത്തിമസിൻ്റെ ക്ഷേത്രത്തിലെ ആരാധനയല്ല നമ്മുടെ ശത്രു. ഞാൻ ചിന്തിക്കുന്നത് അതിനേക്കാളൊക്കെ ഭയങ്കരമായി മോശമായ എന്തോ ഒന്നുണ്ട്. അസാൻമാർഗീയത്വവും വിജാതീയത്വവും എന്തെങ്കിലുമൊക്കെ മതത്തിൻ്റെ പേരിൽ മാത്രമല്ല നാം ഇന്ന് കാണുന്നത്. പിന്നെയോ വാസ്തവത്തിൽ ക്രിസ്തീയത്വത്തിൻ്റെ പേരും പറഞ്ഞ് ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ക്രിസ്തുമാർഗം എന്നൊരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്ന് മറക്കരുത്. പലരും പറയാറുണ്ട്, നിങ്ങൾ ഈ പാർട്ടികൾ ഈ വലിയ വാചകം അടിക്കുന്നു, നിങ്ങളുടെ ഇന്നാരി ജീവിക്കുന്നത് എങ്ങനെ എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന സ്ഥലത്ത് നടക്കുന്ന അനാശാസ്യ നടപടികളെക്കുറിച്ച് പാട്ടല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ എത്രമാത്രം മൃഗീയമായ പ്രവർത്തനം നടക്കുന്നു. ആദ്യം സ്വയം നന്നാകൂ, പിന്നെ ഞങ്ങളെയൊക്കെ നന്നാക്കൂ എന്ന്. സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് സത്യമാണ്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. എന്നാൽ ക്രിസ്തുവിലായി തീർന്നിട്ടില്ലാത്തൊരു വ്യക്തി ക്രിസ്ത്യാനി അല്ല എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിക്കട്ടെ. അവർ മറ്റാരെയും പോലെ ക്രിസ്തീയത്വത്തിനു വെളിയിലാണ്. ഇത് നാം പ്രത്യേകം ഓർക്കണം. എഫേസ്യ ലേഖനത്തിലെ ഈ ഒടുവിലത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം മക്കൾക്കും മാതാപിതാക്കൾക്കും ദാസന്മാർക്കും യജമാനന്മാർക്കുമുള്ള നിർദ്ദേശങ്ങളോടെ ആരംഭിക്കുന്നു. ഒരു പടയാളിയുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒന്നായി ഇതിനെ തോന്നാവുന്നതാണ്. എന്നാൽ ഒരു പടയാളിയുടെ പരിശീലനം പരേഡ് ഗ്രൗണ്ടിലല്ല ആരംഭിക്കുന്നത്, പിന്നെയോ ഒരു കുട്ടിയായി ഭവനത്തിലായിരിക്കുമ്പോഴാണ് ആരംഭിക്കുന്നത്. ഒരു പടയാളി ശരിയായി യുദ്ധം ചെയ്യണമെങ്കിലും തൻ്റെ ശത്രുവിൻ്റെ മേൽ വിജയം നേടണമെങ്കിലും പരിശീലനം അത്യാവശ്യമാണല്ലേ? എത്ര നല്ല പരിശീലനമാണ് എന്നുള്ളത് ആശ്രയിച്ചാണ് വിജയം.
ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഭവനത്തിലാണ് ഒരു പടയാളിയുടെ സൈനികൻ്റെ പരിശീലനം ആരംഭിക്കുന്നത്. സഭയിലോ സൺഡേ സ്കൂളിലോ അല്ല, പിന്നെയോ ഭവനത്തിൽ, സ്വന്തം വീട്ടിൽ. ആദ്യത്തെ ആ പാഠം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ കുട്ടികളും ആ കാര്യത്തിൽ മന്ദബുദ്ധികളായിരിക്കും എന്ന് ദുഃഖത്തോടെ പറയട്ടെ. ഭവനത്തിൽ ശരിയായ പരിശീലനം ലഭിച്ചില്ല എന്നതത്ര ഇന്നത്തെ വലിയ പങ്കും യുവജനങ്ങളുടെ പ്രശ്നം. എന്തിന് യുവജനങ്ങളെ മാത്രം പറയുന്നു? വളരെയേറെ പ്രായമുള്ളവരും അതിൽ ഉൾപ്പെടും. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുവാൻ സമയമില്ലായിരുന്നു. അവർ പണസമ്പാദനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി വിദേശത്തും ഒക്കെ ധൃതിയിലായിരുന്നു. പലർക്കും കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുക എന്നത് അന്തസ്സിൻ്റെ ഒരു ലക്ഷണമായി മാറി. കുടുംബത്തിൽ ശരിയായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത കുട്ടികൾ സമൂഹത്തിന് തലവേദനയാകുകയാണ് പതിവ്. ശരിയായ പരിശീലനം എന്നാൽ ശിക്ഷണം എന്നത്രേ ഞാൻ അർത്ഥമാക്കിയത്. കുഞ്ഞുങ്ങളെ ശരിയായ ശിക്ഷണത്തിൽ വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. വേറൊരു പരിഭാഷയിൽ ന്യായമല്ലോ എന്ന ആ വാക്കിന് പകരമായി ശരിയായ ധർമ്മമല്ലോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടത് ശരിയാകുന്നു അല്ലെങ്കിൽ ന്യായമാകുന്നു? കാരണം ഇത് ദൈവഹിതപ്രകാരമാകുന്നു. വാസ്തവത്തിൽ ഇത് ശരി എന്നതിനേക്കാൾ കൂടുതലാകുന്നു. ന്യായമാകുന്നു, ഇതൊരു നീതിയായ കാര്യമാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ മാർഗമാകുന്നു. അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്നവരോടുള്ള അനുസരണമാകുന്നു ഒരു പടയാളി ഒന്നാമതായി പഠിക്കേണ്ട പാഠം. അവൻ ആജ്ഞകൾ അനുസരിക്കണം. ഈ പ്രാഥമിക പാഠം ഭവനത്തിലാണ് പഠിക്കുന്നത്. അനുസരിക്കുവാൻ പഠിച്ചതിന് ശേഷം ഒരു പടയാളിക്ക് മറ്റുള്ളവർക്ക് ആജ്ഞകൾ കൊടുക്കുന്ന ഒരു ഉയർന്ന പദവിയിലേക്ക് കയറ്റം ലഭിക്കും. എങ്ങനെയാണ് ആജ്ഞകൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു പടയാളി എങ്ങനെ അനുസരിക്കുവാൻ തയ്യാറാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ അടിസ്ഥാന പരിശീലനം ഭവനത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലും തുടർന്ന് യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തിലും കാണപ്പെടുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ വിജയങ്ങൾ നേടുന്നത് ഭവനത്തിലും തൊഴിൽ രംഗങ്ങളിലും അത്രേ. അവിടെ വിജയിക്കാതെ ഞാൻ പള്ളിയിലായിരുന്നപ്പോൾ പാപമൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ? അനേകരും പള്ളിഭക്തരായിരിക്കുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞതാണ്. അവിടം കഴിഞ്ഞാൽ ഭക്തിയുടെ ആവശ്യമില്ല എന്നത്രേ ആ പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത്. യേശു കർത്താവ് ഒരു ബാലനായിരുന്നപ്പോൾ നസ്രയത്തിൽ യോസഫിനും മറിയത്തിനും കീഴടങ്ങിയിരുന്നു. അതെ, അവൻ തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. ഈ ഭാഗത്ത് പ്രത്യേകിച്ചും ഈ വാക്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട 2 അതിപ്രധാന വസ്തുതകളുണ്ട്. ഒന്ന്, പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തെക്കുറിച്ചാണ്, അല്ലാതെ പൊതുവായ ഒരു പ്രമാണമല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കഴിഞ്ഞ അധ്യായത്തിൽ വിവാഹബന്ധത്തെക്കുറിച്ച് പൗലോസ് ചർച്ച ചെയ്തു. ആ വിധത്തിലുള്ള ഒരു ഭവനം, മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നത് കർത്താവിൽ എന്ന ആ വൃത്ത പരിധിക്കുള്ളിൽ, ആ ചുറ്റളവിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അമ്മയപ്പന്മാരെ നിങ്ങൾ കർത്താവിലായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശിക്ഷണ നടപടികൾ വെറും അടിമത്തമായിരിക്കും. തങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിനായി അവകാശം പറയുവാനുള്ള പദവി ക്രിസ്തീയ മാതാപിതാക്കൾക്കുണ്ട്. നാം എല്ലാം അപ്രകാരം ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മാതാവോ പിതാവോ ഒരാൾ മാത്രം ഒരു ക്രിസ്തീയ വിശ്വാസി ആയിരിക്കുന്ന അവസ്ഥയിൽ പോലും ആ ഒരാൾ തങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി അവകാശം പറയാവുന്നതാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന പല അമ്മച്ചിമാരുടെയും മക്കൾ അനുഗ്രഹീതരായ ദൈവമക്കളായി കാണപ്പെടുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ മാതാപിതാക്കൾ ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ ഒരു കുട്ടി വിശ്വാസിയാകുമെന്ന അർത്ഥമല്ലിവിടെ. ഇവിടുത്തെ അർത്ഥം ആ കുട്ടിയെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ മാതാവിനോ പിതാവിനോ കഴിയുമെന്നത്രേ.
നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്ന് നാം വായിച്ചല്ലോ. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു കുട്ടിക്ക് രക്ഷിക്കപ്പെടാത്ത മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിയോട് വാസ്തവത്തിൽ സഹതാപമാണ്. അങ്ങനെ ഒരു കുട്ടി മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെ അനുസരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. രണ്ടാമതായി 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്ന അനുസരിക്കുക എന്ന പദത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭാര്യ കീഴ്പ്പെടണം. ഭർത്താവുമായി ഒരു തുല്യസ്ഥാനമാണ് ഭാര്യ പങ്കിടുന്നത്. ആ ബന്ധത്തിൽ ആരാണ് ചെറുത് ആരാണ് വലുത് എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല. കീഴ്പ്പെടുക എന്നാൽ നേതൃത്വത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. തുല്യസ്ഥാനമുള്ളവർ എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻകൈ എടുക്കുവാൻ കഴിവുള്ള ഒരാൾ ഈ തുല്യസ്ഥാനമുള്ളവരിൽ ഉണ്ട് എന്നതാണ് അവിടുത്തെ അർത്ഥം. ഇവിടെ ഒരു ദാസൻ അനുസരിക്കുന്നത് പോലെ മക്കൾ അനുസരിക്കേണ്ടതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് 5-ാം വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് ഈ ഭൂമിയിൽ കാണുന്നതിൽ വെച്ച് ഒടുവിലത്തേതും ഏറ്റവും താണതരത്തിലുള്ളതുമായ നിയമരാഹിത്യം അല്ലെങ്കിൽ അരാജകത്വമാകുന്നു എന്ന് പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വായിക്കുന്നു. അവിടെ വായിക്കുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നത്രേ. മാതാപിതാക്കളുടെ അധികാരത്തെ തള്ളിക്കളയുകയും അവരെ ചോദ്യം ചെയ്യുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും പലപ്പോഴും അവരെ കൊല്ലുവാൻ പോലും മടിക്കാത്ത അനേകം യുവാക്കളെ യുവതികളെ നാം ഇന്ന് കാണുന്നുണ്ട്. പലർക്കും മാതാപിതാക്കളോട് ഒരു ബഹുമാനവുമില്ല. അതൊക്കെ പഴങ്കഥകളാണെന്ന ഭാവത്തിലാണ് പലരുടെയും നടപ്പ്. അപ്പച്ചൻ എന്നാ കമ്പ്യൂട്ടർ അറിയാമോ, അപ്പച്ചൻ എന്നാ ഇന്നത്തെ എന്തെങ്കിലും അറിയാമോ. നാം ജീവിക്കുന്ന ഈ സമയത്ത് ആണ് ഇതെല്ലാം കാണിക്കുന്നത്. അതെ, അന്ത്യകാലം. 2-3 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 2-3 വാക്യങ്ങൾ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പെരുമാറ്റ ചട്ടമല്ല 10 കൽപ്പനകൾ എന്ന് നാം പല പ്രാവശ്യം ചിന്തിച്ചു. എന്ന് കണ്ട് താങ്കൾക്കത് ലംഘിക്കാമെന്നില്ല. ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. നാം പ്രായത്തിൽ വളരും തോറും നാം ജീവിക്കുന്ന ജീവിതത്താൽ നാം മാതാപിതാക്കളെ ബഹുമാനിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനോട് ചേർത്ത് ഒരു വാഗ്ദത്തം നൽകിയിരിക്കുന്നത് ദീർഘായുസാണ്. ആ വാഗ്ദത്തം ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നു. വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാണത്. മറ്റ് കൽപ്പനകൾ അവ അനുഷ്ഠിച്ചില്ല എങ്കിൽ ലഭിക്കുവാൻ പോകുന്നതിനെക്കുറിച്ചാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്നാൽ അവ പാലിച്ചാൽ എന്ത് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ല. ഈ കൽപ്പന പാലിക്കാതിരുന്ന കുട്ടികളുടെ 2 ഉദാഹരണങ്ങൾ ശിംശോനും അബ്ശാലോമും ആകുന്നു. അവരുടെ ആയുസ് വളരെ ചുരുങ്ങിയതായിപ്പോയി. ശിംശോൻ ഒരു ന്യായാധിപനായിരുന്നു, എന്നാൽ അവൻ തൻ്റെ ചെറുപ്രായത്തിൽ മരിച്ചു. അബ്ശാലോം തൻ്റെ പിതാവായ ദാവീദിനോട് എതിർത്തു നിന്ന് ചെറുപ്പത്തിൽ തന്നെ അവൻ കൊല്ലപ്പെട്ടു എന്ന് നാം കാണുന്നു. ഇന്ന് ഈ മക്കളുടെ അനുസരണം എന്ന വിഷയം വളരെയേറെ വാദപ്രതിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്നൊക്കെ പറയുന്നത് ഒരുപാട് നാം കേൾക്കാറുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്നതിനേക്കാളും എളുപ്പം എന്താണ് ദൈവവചനത്തിലെ പഠിപ്പീര് എന്ന് ശ്രദ്ധിക്കുകയാണ് നല്ലത് എന്ന് ഞാൻ പറയട്ടെ. അതത്രേ ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിലെ മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടതിൻ്റെ 3 അടിസ്ഥാനങ്ങൾ പൗലോസ് വിശദീകരിച്ചതാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവ പ്രകൃതി, കൽപ്പന, സുവിശേഷം എന്നിവയാണ്. ഒന്നാമത് പ്രകൃതി. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ, അത് പ്രകൃതിദത്തമാണ്. സകല മനുഷ്യഹൃദയങ്ങളിലും ദൈവം എഴുതിയിരിക്കുന്ന പ്രകൃതിയുടെ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. ഇത് ക്രിസ്തീയ സദാചാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പിന്നെയോ സകല സമൂഹത്തിലെയും പെരുമാറ്റങ്ങളുടെ ഒരു നിലവാരമാകുന്നു. എല്ലാ മതങ്ങളും തത്വശാസ്ത്രങ്ങളും ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യഹൃദയങ്ങളിൽ ദൈവം എഴുതിയിരിക്കുന്ന പ്രകൃതി നിയമത്തിൻ്റെ ഒരു ഭാഗമാകുന്നു
മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. എങ്കിൽ അത് ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പലകകളിൽ എഴുതി വെളിപ്പെടുത്തിയ നിയമത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന മാറ്റിക്കൂടാത്തതാണ്. എന്നാൽ ഒരു സംശയം, മാതാപിതാക്കൾ മക്കൾ അനുസരിക്കുവാൻ തങ്ങൾ ശഠിക്കുന്ന തെറ്റുകളെ അനുസരിക്കേണ്ടതുണ്ടോ? മാതാപിതാക്കൾ അനുസരിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് പൗലോസ് ഇവിടെ സുവിശേഷത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൽ ആരംഭിച്ച പുതിയ ദിവസത്തെക്കുറിച്ചും സംസാരിക്കുന്നു. കർത്താവിൽ അനുസരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാലാണ് അത് നാം മനസ്സിലാക്കുന്നത്. മക്കളുടെ അനുസരണം ഒരു ക്രിസ്തീയ ഉത്തരവാദിത്വമായി കാണിച്ചിരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുസരണം അർഹിക്കുന്നത്. മക്കൾ വളരെ ശ്രദ്ധയോടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണോ? ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്കും പ്രായമായി, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങളൊക്കെയായി. പക്ഷേ മാതാപിതാക്കൾ എന്നും മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ കഴിഞ്ഞ തലമുറക്കാരാണ്, അവർക്ക് ഞങ്ങളുടെ പ്രശ്നമൊന്നും അറിയില്ല എന്ന് കരുതുന്നത് അബദ്ധമാകുന്നു. ഇനിയും നമുക്ക് മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്താ? 4-ാം വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. വേറൊരു പരിഭാഷ ഇപ്രകാരമാണ്: പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്, മറിച്ച് കർത്താവിൻ്റെ ചൈതന്യത്തിനൊത്ത ശിക്ഷണത്തിലും ഉപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ഇവിടെ മക്കൾക്കുള്ള നിർദ്ദേശങ്ങളെ മാതാപിതാക്കന്മാർക്കുള്ള ഉപദേശം കൊണ്ട് സമതുലിതമല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതായി കാണാവുന്നതത്രേ. പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മര്യാദയും സ്നേഹവും ഇല്ലാത്ത പെരുമാറ്റം, ക്രൂരമായ ശിക്ഷാക്രമം, തൊട്ടതിനൊക്കെ കുറ്റം പറയുന്നത്, ഇവയാണ് പ്രകോപനത്തിന് കാരണം. അതേക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാം. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ന്യായപ്രമാണത്തിൽ പ്രത്യേകിച്ചും 10 കൽപ്പനകളിൽ ഈ പറഞ്ഞതുപോലെയുള്ള കൽപ്പന മാതാപിതാക്കന്മാർക്കൊന്നും നൽകിയിരുന്നില്ല. കൃപയുടെ കീഴിൽ എല്ലായ്പ്പോഴും അന്യോന്യമുള്ള ഉത്തരവാദിത്തങ്ങളും ചേർന്ന് ചെയ്യേണ്ട ചുമതലകളും ഉണ്ട് എന്ന് മറക്കരുത്. ഒരു കുട്ടിയുടെ മേൽ മാതാപിതാക്കന്മാർ എന്തെങ്കിലും മോശമായ ചിട്ട അടിച്ചേൽപ്പിക്കുകയോ കോപത്തിൻ്റെ ആധിക്യത്താൽ ശിക്ഷിക്കുകയോ ചെയ്താൽ അത് തെറ്റാണ്. കുട്ടിയെ ദൈവവചനത്തിലെ സത്യങ്ങൾ പഠിപ്പിക്കുകയും അവയെ മാതൃകയോട് കുഞ്ഞുങ്ങളുടെ മുൻപിൽ ചെയ്യേണ്ടതും മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ പറയുന്ന കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത്. ഒരു വിശ്വാസിയായി തന്നെ താങ്കളുടെ കുടുംബത്തിൽ ജീവിക്കേണ്ടതാണ്. പിന്നെ പറയുന്നത്, പിതാക്കന്മാരെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഭാഗം പിതാക്കന്മാർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത്. ഇവിടെ മാതാക്കളെയും ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് പിതാക്കന്മാരോടാകുന്നു. കാരണം ശിക്ഷണവും പരിശീലനവും ഒക്കെ പ്രാഥമികമായി പിതാക്കന്മാരുടെ ചുമതലയാകുന്നുവല്ലോ. എന്നാൽ അത് അമ്മമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ ഒന്നും പറയാതെ ദേഷ്യത്തോടെ ഒന്നും നോക്കാതെ പോലും കാത്തു സൂക്ഷിക്കണമെന്നല്ല. മക്കൾക്ക് സങ്കടം വരുന്നത് പോലെ ശിക്ഷിക്കരുതെന്നുമല്ല. ശിക്ഷിച്ചാൽ സങ്കടമോ കോപമോ ഒക്കെ ഉണ്ടായെന്നിരിക്കും. ഈ വിഷയത്തിൽ സദൃശവാക്യത്തിൽ അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടിയെ ശിക്ഷിക്കുക തന്നെ വേണം, വടിയെ നാം സ്നേഹിക്കരുത്, കുട്ടിയെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വടികൊണ്ട് കുട്ടിയെ അടിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയെ തല്ലുന്ന പിതാവിൻ്റെ ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുട്ടിയെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവ് പറഞ്ഞു, മോനെ, നിനക്ക് വേദന ഉണ്ടാകുന്നതിലും അധികം ഇത് എനിക്ക് വേദന ഉണ്ടാക്കുന്നു എന്ന്. അപ്പോൾ ആ കുട്ടിയുടെ മറുപടി, അതെ അതെ, എന്നാൽ നമുക്ക് 2 പേർക്കും 2 സ്ഥാനത്താണെന്ന് മാത്രം. വെറുതെ അനുസരിക്കാത്ത ഈ കുസൃതി കുട്ടന്മാർക്കൊക്കെ തല്ല് കൊടുത്തേ മതിയാകൂ. എന്നാൽ മാതാപിതാക്കൾ കോപം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ കുട്ടികളെ ശിക്ഷിക്കരുത്. എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ദേഷ്യം കൊണ്ട് കയ്യിൽ കിട്ടുന്നത് വലിച്ച് കൊച്ചു കുട്ടികളെ അടിക്കുന്ന മൃഗീയത ഒരിക്കലും അംഗീകരിക്കുവാൻ സാധ്യമല്ല. അവരെ ശിക്ഷിക്കുന്നത് ശിക്ഷണത്തിന് വേണ്ടിയാകുന്നു എന്ന് അവർ മനസ്സിലാക്കണം.
ഒരു വ്യക്തി പറഞ്ഞത് വടിയെടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുക എന്നത്രേ. അത് കേട്ടു നിന്ന ഒരാൾ പറഞ്ഞു, എന്നാൽ പിന്നെ വടിയെടുക്കേണ്ടി വരില്ലല്ലോ എന്ന്. അടിക്കുന്നത് അവർ നന്നാകാനാ? ഞാൻ കണ്ടിട്ടുണ്ട് ചില മാതാപിതാക്കന്മാർ മറ്റുള്ളവരോടുള്ള കോപം പോലും കുഞ്ഞുങ്ങളോട് തീർക്കുന്നത്. കോപം തീർക്കാനല്ല കുഞ്ഞിനെ അടിക്കേണ്ടത്. ഭർത്താവിനെയോ അമ്മായിയമ്മയോ അടിക്കുവാൻ കഴിയാത്തതിനാൽ സ്വന്തം കുഞ്ഞിനെ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് അടിക്കുന്നവർ ദൈവസന്നിധിയിൽ പാപം ചെയ്യുകയാണെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുഞ്ഞ് നന്നാകില്ല, കൂടുതൽ വഷളാകുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത്, പ്രകോപിപ്പിക്കരുത്. നാം ന്യായീകരിക്കുവാൻ ഇല്ലാത്ത എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ് അവരെ ശിക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവർ പ്രകോപിതരാകും. അവരെ ശിക്ഷണത്തിൽ വളർത്തിയാൽ മതിയാകും. ശിക്ഷയും ശിക്ഷണവും രണ്ടാകുന്നു എന്ന് മറക്കരുത്. ശിക്ഷ തന്നെ തല്ലുന്നത് മാത്രമല്ല, ഉദാഹരണത്തിന് അനുസരണക്കേട് കാണിച്ചാൽ എവിടെങ്കിലും കൊണ്ടുപോകാതിരിക്കുന്നതും ശിക്ഷയാണ്. അവർക്കിഷ്ടമുള്ളത് എന്തെങ്കിലും നൽകാതിരിക്കുന്നത് ശിക്ഷയാണ്. ഇന്ന് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ കളിക്കുവാൻ വിടില്ല എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയിൽപ്പെടും. പല കുഞ്ഞുങ്ങൾക്കും അത് കൂടുതൽ വേദനയുണ്ടാക്കും. അടിയേക്കാൾ പലർക്കും അത് പേടിയാണ്. അതുപോലെ തന്നെ പ്രോത്സാഹനത്തിൻ്റെ കാര്യം ഈ ബന്ധത്തിൽ മറക്കാവതല്ല. മാർട്ടിൻ ലൂതറിൻ്റെ പിതാവ് ഭയങ്കര മുൻകോപിയായിരുന്നു. ലൂതർ ഇപ്രകാരം പറയുമായിരുന്നു, വടിയെ സ്നേഹിക്കുന്നവൻ മകനെ വഷളാക്കുന്നു എന്നത് ശരിയാണ്, എന്നാൽ അവൻ നല്ലത് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുവാൻ ഒരു ആപ്പിളും വടിയോടുകൂടെ വെച്ചേക്കണമെന്ന്. ഈ പ്രമാണം നാം പലപ്പോഴും മറന്നു പോകുന്നത് എത്ര ദോഷമാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. പഠിക്കാത്തതിന് അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്ന താങ്കൾ കുട്ടി പഠിക്കുമ്പോൾ നല്ല മാർക്ക് മേടിക്കുമ്പോൾ അവനെ അഭിനന്ദിക്കാറുണ്ടോ? അതോ അതവൻ്റെ ഉത്തരവാദിത്തമല്ലേ, അവൻ്റെ നന്മയ്ക്കാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലേ? കുഞ്ഞുങ്ങളുടെ തെറ്റുകളെ ശാസിക്കുന്നത് പോലെ തന്നെ അവർ നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുന്നത് കൊണ്ട് അവർ മരിച്ചു പോകുകയില്ല എന്നത്രേ. നിൻ്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിൻ്റെ മനസ്സിന് പ്രമോദം വരുത്തും എന്ന് വായിക്കുന്നു. ശിക്ഷിക്കുക എന്ന് പറയുന്നിടത്ത് തിരുത്തുക എന്ന പദമാണ് വാസ്തവത്തിൽ യോജിക്കുന്നത്. ക്രിസ്തീയ ഭവനത്തിനുള്ള കുട്ടിക്ക് ക്രിസ്തീയ ഉപദേശങ്ങൾ നൽകേണ്ടതാണ്. അങ്ങനെ അത് ക്രിസ്തുവുമായുള്ള സജീവമായൊരു ബന്ധത്തിൽ വരികയും ലോകവുമായി അനുരഞ്ജനപ്പെടേണ്ടി വരുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്യും. തൻ്റെ കുഞ്ഞിനെ കർത്താവിലേക്ക് നയിക്കുക എന്ന പദവി ഓരോ മാതാപിതാക്കന്മാരുടേതുമാണ്. അവരുടെ കണക്കായിരിക്കും ആദ്യം നമ്മോട് ദൈവം ചോദിക്കുന്നത്. നാട് നന്നാക്കുവാൻ ഓടി നടക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് സ്വന്തം വീട് നന്നാക്കുന്നതാണ്. സ്വന്തം മക്കൾ ദൈവസന്നിധിയിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത അനേകം സുവിശേഷ പ്രവർത്തകരെ എനിക്കറിയാം. ഉപാധി പറഞ്ഞതുകൊണ്ട് വിശേഷമൊന്നുമില്ല. നിൻ്റെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിൻ്റെ വേല അർത്ഥമില്ലാത്തതാണ്. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം നമുക്കാകുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. മക്കൾ യഹോവയുടെ ദാനമാകിയാൽ അവരുടെ ശിക്ഷണം ഉത്തരവാദിത്വത്തോടെ നടത്തേണ്ടതും ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും പരിശീലിപ്പിക്കേണ്ടതുമാണ്. മക്കൾ ക്രിസ്തുവിനോട് ഭക്തിയുള്ളവരായിരിക്കുന്നതിനാണ് മാതാപിതാക്കൾ സർവോപരി ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ആരോഗ്യം, ബുദ്ധിപരമായ വികാസം, ഭൗതികമായ ഉയർച്ച, സാമൂഹിക ഉന്നമനം, കഷ്ടാരിഷ്ടതകൾ നേരിടാതെയുള്ള കരുതൽ എന്നിവയെക്കാളും പരമപ്രധാനമായി നോക്കേണ്ടത് ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ വളരെയധികം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവർക്ക് ലോകത്തിൽ ഉള്ളത് മുഴുവൻ നേടിക്കൊടുത്താലും അവർ ദൈവമില്ലാത്തവരായി ജീവിച്ചാൽ അതിനോളം അരാജകത്വം വേറെയില്ല. എന്നാൽ നിങ്ങൾ അവരെ ദൈവ വഴികളിൽ പ്രോത്സാഹിപ്പിക്കുകയും യേശു കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എത്തിക്കുകയും ചെയ്താൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേടി. കുഞ്ഞുങ്ങളുടെ ഭൗതിക ഉന്നമനത്തിനായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇംഗ്ലണ്ടിലെ വലിയ ആത്മീയ ഉണർവിന് ദൈവം എടുത്തുപയോഗിച്ച ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി സഹോദരന്മാരെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. അവരുടെ അമ്മ സൂസന്ന വെസ്ലി പ്രസവിച്ച 18 മക്കളിൽ 2 പേരാണിവർ. ആ മാതാവ് തൻ്റെ ഓരോ കുഞ്ഞിൻ്റെയും കൂടെ ചെലവഴിക്കുവാൻ പ്രത്യേകം സമയം എല്ലാ ആഴ്ചയിലും മാറ്റിവെച്ചിരുന്നു. കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവർക്ക് ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ.
അതെ, ഇന്ന് മാതാപിതാക്കന്മാർക്ക് സമയമില്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുവാൻ തത്രപ്പെടുകയാണ്. എന്നാൽ അവർക്ക് അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല. ഇത് പിശാചിൻ്റെ വലിയ തന്ത്രമാകുന്നു. ഭൗമികമായതിനു വേണ്ടി മാത്രം നമ്മെ ഉദ്ദീപിപ്പിക്കുന്ന പൈശാചിക മനോഭാവം. പൗലോസ് മാതാപിതാക്കന്മാരോട് പറയുന്നത് കർത്താവിൻ്റെ ശിക്ഷണത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടു വരുവാനാണ്. വീണ്ടും ശ്രദ്ധിക്കുക, ശിക്ഷണം കർത്താവിൻ്റേതാണ്. ശിക്ഷണവും ഉപദേശവും കർത്താവിൻ്റെ നാമത്തിൽ വേണം ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. നാം പലപ്പോഴും മാനുഷികമായ വിധത്തിൽ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നതല്ലേ പരാജയപ്പെടുന്നതിൻ്റെ കാരണം. ദൈവവചനപ്രകാരം നാം കുഞ്ഞുങ്ങളെ നിയന്ത്രിച്ച് വളർത്തണം. ഓരോരുത്തരുടെയും ജന്മവാസനകൾ അറിഞ്ഞ് അവരെ അഭ്യസിപ്പിക്കണം. അതിന് ദൈവകൃപ ഒരുപാട് ആവശ്യമാണ്. നിങ്ങൾക്കത് ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 27-ാം വാക്യമാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. സങ്കീർത്തനങ്ങൾ 119-9 വാക്യം. ദൈവത്തിൻ്റെ വചനത്താലും ദൈവാത്മാവിനാലും നിയന്ത്രിക്കപ്പെടുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് നാം ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുക എന്നുള്ളത്. അസുലഭമായ ഈ അവസരം നമ്മളിൽ ആർക്കും നഷ്ടമായി പോകാതിരിക്കട്ടെ. ആഗ്രഹിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.